എടി കറുമ്പി, ഇതുവരെ ചായ ആയില്ലേ? ഇവിടുത്തെ മൂത്ത സന്തതി ഒരു കരിക്കട്ടക്കനിയാണെന്ന് പുറം ലോകം അറിഞ്ഞ വല്ലാത്ത നാണക്കേട് തന്നെ. ഭക്ഷണത്തിലെങ്ങാനും എന്തെങ്കിലും കുറവുണ്ടായാ നിന്റെ തോലി ഞാൻ ഒരിച്ചു കളയും. നഗരത്തിലെ ഒരു പഴയ കോളനിയിൽ വളരെ പഴയൊരു വീടുണ്ടായിരുന്നു. അതിന്റെ ഭിത്തികളിലെ പ്ലാസ്റ്റർ പലയിടത്തും അടർന്നു വീണിരുന്നു. ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു സക്കീനയുടെ ലോകം. സക്കീനയ്ക്ക് പ്രായം വെറും 7 വയസ്സേ ആയിട്ടുള്ളൂ. എങ്കിലും അവളുടെ കണ്ണുകളിൽ നൂറ്റാണ്ടുകളുടെ സങ്കടം കണ്ടതുപോലെയുള്ള ഒരു വിഷാദമുണ്ടായിരുന്നു. സക്കീനയുടെ ഏറ്റവും വലിയ കുറ്റം അവളുടെ നിറം കറുത്തുപോയി എന്നതായിരുന്നു. അവളെ പ്രസവിച്ച ഉടനെ തന്നെ അവളുടെ ഉമ്മ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായിരുന്നു. ഈ കാര്യം സക്കീനയ്ക്കൊരു പരിഹാസമായി മാറി. ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ നാട്ടുകാരും വീട്ടുകാരും അവളെ പരിഹസിക്കാൻ തുടങ്ങി. ഈ കുട്ടി ജനിച്ചപ്പോ തൊട്ടേ സ്വന്തം ഉമ്മയെ തിന്നവളാണ്. ഇവളെപ്പോലൊരു ശകുനപ്പയെ ഈ നാട്ടില് വേറെ ഉണ്ടോ? കരിക്കട്ട പോലൊരു പെണ്ണ്. ഇതൊക്കെയായിരുന്നു അവൾക്ക് കേൾക്കേണ്ടി വന്ന ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ. സക്കീനയുടെ വാപ്പ അഹമ്മദ് സാഹിബ് വളരെ മാന്യനും പാവവുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു സർക്കാർ ഓഫീസിൽ ചെറിയൊരു ജോലി ചെയ്യുകയാണ്. ഭാര്യയുടെ മരണശേഷം വീട് നോക്കാനും സക്കീനയെ വളർത്താനുമായി അദ്ദേഹം 2ാമതൊരു വിവാഹം കഴിച്ചു. പുതിയ ഉമ്മയുടെ പേര് റസിയ എന്നായിരുന്നു. റസിയ വിവാഹം കഴിഞ്ഞു വന്ന ആദ്യ ദിവസങ്ങളിൽ സക്കീനയോട് അല്പം സ്നേഹമൊക്കെ കാണിച്ചിരുന്നു. എന്നാൽ അവൾക്ക് സ്വന്തം മക്കൾ ജനിച്ചതോടെ റസിയയുടെ സ്വഭാവം പൂർണ്ണമായും മാറി. റസിയയ്ക്ക് 2 പെൺമക്കളുണ്ടായി, സൈമയും നാസിയയും. പ്രകൃതിയുടെ കളി നോക്കൂ. റസിയയുടെ 2 മക്കളും ചന്ദ്രനെ പോലെ വെളുത്തവരും സുന്ദരികളുമായിരുന്നു. അവരുടെ കണ്ണുകൾ നീല നിറമുള്ളതും മുടി സ്വർണ്ണ നിറമുള്ളതുമായിരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ വളരുകയാണ്. ഒരു വശത്ത് വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ചട്ടിയുടെ അടിയിലെ കറുപ്പ് നിറമുള്ള സക്കീന, മറുവശത്ത് ചിത്രശലഭങ്ങളെ പോലെ വീട് മുഴുവൻ പാറി നടക്കുന്ന സൈമയും നാസിയയും. ചെറുപ്പം മുതലേ സക്കീനയുടെ കാതുകളിൽ ഏറ്റവും കൂടുതൽ വീണിരുന്ന വാക്കുകൾ ഇതായിരുന്നു: മാറി നിക്ക് കറുമ്പി, പിന്നോട്ടൊന്ന് മാറി നിന്നേ. നീ എന്തിനാണ് ഈ മുന്നിൽ വന്ന് നിൽക്കുന്നേ? വീട്ടിൽ എപ്പോഴും വിരുന്നുകാര് വന്ന അവള് വന്ന് മുന്നിൽ നിൽക്കും. വളർത്തമ്മയായ റസിയ സക്കീനയെ അടുക്കളയിൽ ഒളിപ്പിച്ചു നിർത്തും. എന്നിട്ട് തന്റെ വെളുത്ത മക്കളെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അതിഥികൾക്ക് മുന്നിൽ ഹാജരാക്കും. അബദ്ധവശാൽ എപ്പോഴെങ്കിലും സക്കീന പുറത്തു വന്നാൽ അതിഥികൾ ചോദിക്കും: അല്ല, ഇതാരാണ്? ഇത് നിങ്ങളുടെ ജോലിക്കാരിയുടെ മകളാണോ? ഈ ചോദ്യം സക്കീനയുടെ കുഞ്ഞു ഹൃദയത്തിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ ആയിരുന്നു. റസിയ ഉടൻ തന്നെ കള്ളം പറയും: അതെ അതെ, ഇവള് വീട്ടുജോലികളിൽ സഹായിക്കാറുണ്ട്. ദൂരെയുള്ള ഒരു ബന്ധുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. സക്കീനയുടെ ഉപ്പ അഹമ്മദ് സാഹിബ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് തന്റെ ഭാര്യയുടെ മുന്നിൽ ഒന്നും സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം